ഹലോ. അപ്പോൾ ഇന്ന് നല്ലൊരു തേങ്ങാച്ചോറിന്റെ റെസിപ്പി കണ്ടാലോ? അതിനു മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. ഇതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് പൊന്നിയരി ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒപ്പം 1 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂണോളം ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഒപ്പം 1 ടേബിൾ സ്പൂണ് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5-6 അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കൂടെ ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കാം. ഒപ്പം ഒരു 2 തണ്ട് കറിവേപ്പില. ഇത്ര ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മൊരിച്ചെടുക്കണം. അപ്പം നിങ്ങൾക്ക് ചെറിയുള്ളി വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത്ര നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരട്ടെ. ഏകദേശം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 മുറി തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരണ്ടിയതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് വേണം നമുക്കിത് ഇളക്കി കൊടുക്കാൻ. 1 മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടി. അതിനുശേഷം നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ച നമ്മുടെ ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചോറ് ഒത്തിരി വെന്ത് പോകാൻ പാടില്ല. ആ ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചോറും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇനി ഉപ്പിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് 1 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുക. അപ്പോൾ നല്ല ചിക്കൻ റോസ്റ്റിന്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത്. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു തവണയെങ്കിലും ഇങ്ങനെ തയ്യാറാക്കി നോക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. ബൈ.